ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് പാൽക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പൊ ഇന്ന് ബർത്ത്ഡേ വ്ളോഗാണ്. ജാനിക്കുട്ടി ഫുള്ള് വെള്ളം കൂടിയില്ല. അതെ ഹലോ പറഞ്ഞേ. Happy birthday to you. Happy birthday to you. Happy birthday Paru. Happy birthday. പാറു അമ്മയ്ക്ക് കൊടുക്ക്. ഭാഗം കാണിക്കണ്ട, അതാണ് അവള് പറയുന്നത്. കാണിക്കില്ല, പോയിക്കോ. അവന് മുറിക്കണ്ട്. മതി മുറിച്ചു മതി. അവിടെ ഇവിടെ കേട്ട് ഞാൻ കൊണ്ടുപോയില്ല ഡ്രസ് എല്ലാരും കുട്ടിക്ക് മുറിച്ചു കൊടുക്ക്. മോൻ കുറച്ച് മോൻ ഉണ്ണിക്കൊന്നും വെച്ചുകൊടുത്തേ. ഉണ്ണിക്കൊന്നും വേണ്ട. മമ്മിക്ക് കൊടുത്ത് പോട്ടാ. നിങ്ങള് തിന്നാ രണ്ട് തരണ്ട. നിങ്ങളെ തിന്നേ കുഞ്ഞിന് വേണ ഒരു കഷ്ണം അമ്മയ്ക്ക്. ഫോട്ടോ വീഡിയോ എടുക്കും. എന്താ മുറിച്ചോ എടുത്തോ. അപ്പം ഞങ്ങൾ 4 പേരും കൂടി ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. ഒരുപാട് എന്താ പറയുക, ഞങ്ങൾക്ക് ഇതൊരു മെമ്മറബിൾ ഡേ ആക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ നരിമട എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്ക് പോവാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ ജാനിക്കുട്ടീനെ കുറച്ച് നടക്കുമ്പോഴേക്കുള്ള തന്നെ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ വഴിയൊക്കെ പോകുമ്പോൾ എനിക്ക് ഏട്ടനെ ഒരുപാട് മിസ് ചെയ്തു കേട്ടോ. കാരണം ഞങ്ങളുടെ സേവ് ദ ഡേറ്റ് ഇവിടെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തു. എന്താ പറയുക, ഒരു ഭയങ്കര ഒരു വിഷമവും സന്തോഷവും ഒക്കെ തോന്നി. ഞങ്ങൾ പിന്നെ അന്ന് അതിന് ശേഷം അങ്ങനെ നമ്മൾ ഗേൾസ് ഇവിടെ എത്തി. നമ്മളിങ്ങനെ എല്ലാ പ്രാവശ്യം പ്ലാൻ ചെയ്യും കേട്ടോ എങ്ങോട്ടേലൊക്കെ പോകണം എന്നൊക്കെ. പക്ഷെ ഒന്നും എന്താ പറയുക പറ്റാതില്ല, എന്തേലൊക്കെ ആയിട്ട് അതിങ്ങനെ മുടങ്ങും. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചിട്ടുള്ളൊരു വരവാണ് കേട്ടോ. ഇവിടുത്തെ പെട്ടിക്കടയൊക്കെ ഉണ്ട്. എന്തേലൊക്കെ വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യാം. ഭയങ്കര വെയിലാണ്. സത്യം പറഞ്ഞാൽ പിള്ളേർക്കൊന്നും മടിയാണ്. പക്ഷെ എന്നാലും നമ്മൾ കൊടുക്കുന്നത് എന്താ വെച്ചെങ്കിൽ ഞങ്ങളുടെ സേവ് ദ ഡേറ്റ് എവിടെയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ലോസ്റ്റ് ഫീൽ ചെയ്യുമല്ലോ. അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൂടാൻ പറ്റില്ല. അപ്പൊ അഞ്ജുവിന് എന്താ പറയാനുള്ളത്? ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യൂലേ ഇങ്ങനെ വരാനൊക്കെ. പറയേ ചിരിക്കലടി. അങ്ങനെ ടിക്കറ്റ് എടുക്കുകയാണ്. എന്താ പറയാള്? മാമിക്ക് എന്താ പറയാള്? ഞാൻ എന്റെ മക്കളുടെ കൂടെ ചെറിയൊരു ടൂറല്ലേ? ചെറിയൊരു ടൂറ്. അയ്യോ അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു കേട്ടാ. ടിക്കറ്റൊക്കെ എടുത്തിട്ട് പോവാണ്. ജാനു ഫ്രീ ആയിട്ട് നടക്കാണ്. നമ്മള് എവിടേക്കൊന്നില്ലാണ്ട് പോവാ. വാ കണ്ണ, ഇതിൽ കൂടെ വാ. തൊട്ടി ചേച്ചിയെ എന്റെ കുട്ടീന്റെ കൈ പിടിക്കേ. അമ്മ മതിയോ? ഇവിടെ പ്ലാസ്റ്റിക് ഒന്നും അല്ല ഇവിടെ അല്ല കേട്ടോ. അപ്പൊ പ്ലാസ്റ്റിക്
കവറ് അവിടെ ഇവിടെ നിന്ന് ഇടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 20 രൂപ പേയ്മെൻറ്റ് ചെയ്തു. എത്ര കവറാണുള്ളത് അപ്പോൾ അതനുസരിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യും 20 വെച്ചിട്ട്. അപ്പോൾ നമുക്ക് നമ്മൾ തിരിച്ച് വരുമ്പോൾ ഈ സ്റ്റിക്കർ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് റിട്ടേൺ തരും കേട്ടോ. അത് എന്താ കാരണം വെച്ചെങ്കിൽ പ്ലാസ്റ്റിക് അവിടെ ഇവിടെയും നമ്മളിങ്ങനെ ഉപേക്ഷിച്ച് പോവില്ലേ, അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാവരും ഗൈസ് അവിടെ സിറ്റ് ആയിട്ടാ. അപ്പം ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ്. ഗുഗു എന്താ പറയാള്? ആണോ? നല്ല വൈബുള്ള എല്ലാവർക്കും ഇത് ഇഷ്ടാവും പറയുന്നു. ഗുഗുടെ എന്തൊക്കെ കണ്ട് അതാ 2 കൂടിനുള്ളില് നമ്മുടെ അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പണ്ടത്തെ കഥകളും വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. ഞങ്ങൾ 4 പേരും പിന്നെ മാമേനുള്ളത്. അപ്പം ഞങ്ങൾ ഇവിടെ സൈഡായിട്ടാ, നല്ല വെയിലുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ചേച്ചി ഉണ്ട്, ഇത് മേമ്മ, ഇത് അഞ്ചും ഉണ്ണിയും, ഇത് ചേച്ചി ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ ഓളാണ് കേട്ടോ ഫോട്ടോ എടുക്കുന്നത്. ഗൈസ് 2 പേരും ഇവിടെ ഇരിക്കും കേട്ടോ. ഗുഗുവിന് ഭയങ്കര വ്ളോഗ് എടുക്കാൻ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അപ്പൊ ഗുഗു പെട്ടെന്ന് തന്നെ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എല്ലാരും അവനെ സപ്പോർട്ട് ആക്കണം അല്ലേ? അപ്പൊ ഏതാ ചാനൽ തുടങ്ങണേ? ധ്യാൻ സൂര്യ ചാനൽ, ധ്യാൻ സൂര്യ നാട്ടാർ തുടങ്ങണുണ്ട്. ഞങ്ങള് ചക്കരമത്തൊക്കെ കൊടുന്നിട്ടാ വന്നുള്ളത്. അപ്പൊ എല്ലാവരും കഴിക്കാണ്. അപ്പോൾ പാറക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇങ്ങനെ എന്താ പറയുക, കേക്കൊക്കെ മുറിച്ചു, പുറത്തൊക്കെ വന്നപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഹാപ്പിനെസ്സിലാണ് ആൾ. അപ്പോൾ അവൾക്കാണെങ്കിൽ കഫും കോൾഡൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, ഞങ്ങൾ ഒരു ദിവസം പുറത്ത് പോയപ്പോൾ സിപ്പപ്പൊക്കെ വാങ്ങി കഴിച്ചു. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് ആൾ സിക്കായി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ആക്കിയിട്ട് വരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ എന്താ പറയുക, അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയാണ് കേട്ടോ. ഞങ്ങൾ പപ്സൊക്കെ തിന്നു കേട്ടോ. എല്ലാവരും ഓരോന്ന് തിന്നും. കുഞ്ഞിച്ചക്കന് പഴം കൊടുക്കുകയാണ് കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മള് ഇവിടെ കുറെ നേരം സ്പെൻഡ് ചെയ്തു. ഇനി പാർക്കിന്റെ അവിടേക്ക് പോകണം കേട്ടോ. നല്ല വെയിലാണ് ഗൈസ്. അങ്ങനെ നമ്മൾ പാർക്കിലാണ് കേട്ടോ. വാ. പാർക്കിൽ ആരും ഇല്ല കേട്ടോ. എന്നാൽ ആ ഭാഗത്തൊക്കെ ഒരുപാട് പേര് വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് പാർക്കിൽ കയറി കളിയിലാണ് കേട്ടോ എല്ലാവരും. ആര് വീണ? കാല് മാത്രാക്കിയാ മതി. ആണോ? അപ്പം നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് കേട്ടോ.
ഓട്ടോ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഓട്ടോ ഇപ്പോൾ വരും. അപ്പം നമ്മുടെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.